ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിലെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് അടക്കം. ഇന്നും നിഫ്റ്റി നഷ്ടത്തിലാണ് അവസാനിച്ചത്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ തന്നെയാണ് കാരണം. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വരുന്നതും ഇതിനെല്ലാം കാരണമായി. നിഫ്റ്റി 50 ഇന്ന് 23,897 ക്ലോസ് ചെയ്തപ്പോൾ 275 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് 215 പോയിൻറ്റ്സ് കുറഞ്ഞ് 56,089 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മിഡ് ക്യാപ് 578 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 59,374 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ് 17,567 ക്ലോസ് ചെയ്തപ്പോൾ 153 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് 19.71 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് ഇന്ന് 76,664 ക്ലോസ് ചെയ്തപ്പോൾ 999 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. ഇന്നത്തെ DIA ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DIയുടെ ഭാഗത്ത് നിന്ന് 4,700 കോടി രൂപയുടെ നെറ്റ് ബൈ ആയിരുന്നു നടന്നത്. എന്നാൽ FIയുടെ ഭാഗത്ത് നിന്ന് കനത്ത സെല്ലിംഗ് ഉണ്ടായി. 8,827 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്ന് FII. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി IT മാത്രം എബോ 5% ഇടിവ് കണ്ടു. നിഫ്റ്റി ഓട്ടോ ഒന്ന് 175 പോയിൻറ്റ്സ് കുറഞ്ഞ് 25,652 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 93 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 39,903 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 26,141 ക്ലോസ് ചെയ്തപ്പോൾ 105 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി FMCG 50,766 ക്ലോസ് ചെയ്തപ്പോൾ 374 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 220 പോയിൻറ്റ്സ് കുറഞ്ഞ് 14,570 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 76 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 9,242 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 1,593 പോയിൻറ്റ്സിൻ്റെ കുറഞ്ഞ് 28,530 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മീഡിയ 27 പോയിൻറ്റ്സ് കുറഞ്ഞ് 1,438 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 39 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 12,746 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 82 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 11,331 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫാർമ 406 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 22,580 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 13 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 8,811 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി റിയാലിറ്റി 778 ക്ലോസ് ചെയ്തപ്പോൾ 10 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി മൺഡേ 24,364 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 24,576 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 24,378 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 24,173 ക്ലോസ് ചെയ്തു. ആൻഡ് ടുഡേ ഫ്രൈഡേ 23,897 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച നിഫ്റ്റിയിൽ ആകെ 455 പോയിൻറ്റിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്. 1.87% ഫോളോ നടത്തി. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 23,897 നിൽക്കുമ്പോൾ 8.54% ലോസാണ് ഈ വർഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 30 ഏപ്രിൽ 2025 24,334 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 23,897 നിൽക്കുമ്പോൾ 1.79% ലോസാണ് കഴിഞ്ഞ 12 മാസമായിട്ട് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 667 കമ്പനികളെന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 2,300 കമ്പനികളെന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കോൾ ഇന്ത്യ 1.19% റാലി നടത്തി. ട്രെൻഡ് 1.08% റാലി നടത്തി. നെസ്ലെ ഇന്ത്യ 0.77%, ഹിൻഡാൽകോ 0.67%, SBI 0.63%, ബജാജ് ഫിനാൻസ് 0.35%, ഏഷ്യ മോട്ടോഴ്സ് 0.27%, ബജാജ് ഓട്ടോ 0.27%, ശ്രീറാം ഫിനാൻസ് 0.20% ആൻഡ് ഗ്രാസിം 0.16% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോസിസ് 6.93% വലിയൊരു ഫോളോ കണ്ടു. HCL ടെക് 5.82% ഫോളോ നടത്തി. TCS 4.95%, ടെക് മഹീന്ദ്ര 4.43%, സൺഫാർമ 3.55%, SBI ലൈഫ് 3.24%, HDFC ലൈഫ് 1.75%, വിപ്രോ 1.68%, HUL 1.65% ആൻഡ് ICICI ബാങ്ക് 1.62% ഫോളോ കണ്ടു. ഇതൊരു ബയോസെല്ല റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത നമുക്ക് ഈ ആഴ്ചത്തെ വീക്ക്ലി സമ്മറി ഡീറ്റെയിൽസ് നോക്കാം. ഈ ആഴ്ച
DIFIയുടെ ഭാഗത്തുള്ള ഡീറ്റെയിൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ആഴ്ച ആകെ DIA നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ആകെ 9782 കോടി നെറ്റ് ബയേഴ്സ് ആയിരുന്നു DIA. ഈ ആഴ്ച ഒരു ദിവസം മാത്രമേ DIA നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നുള്ളൂ. ബാക്കി എല്ലാ ദിവസവും നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FIയുടെ ഭാഗത്ത് നിന്ന് ഈ ആഴ്ച എല്ലാ ദിവസവും നെറ്റ് സെല്ലിംഗ് ആണ് നടന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് നടന്നത് ഇന്നാണ്. ആകെ 17,139 കോടി നെറ്റ് സെല്ലിംഗ് ആയിരുന്നു FIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഈ ആഴ്ചത്തെ നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി മിഡ് ക്യാപ്, നിഫ്റ്റി സ്മോൾ ക്യാപ്, സെൻസെക്സ് എന്നിവയുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് ഈ ആഴ്ച 475 പോയിന്റിൻ്റെ ഇടിവുണ്ടായി, 0.84% ഫോളോ നടത്തി. നിഫ്റ്റി മിഡ് ക്യാപ് 523 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി, 0.87% ഫോളോ നടത്തി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എന്നാൽ ഒരു നോർമൽ രീതിയിലാണ് ക്ലോസ് ചെയ്യുന്നത്. 1 പോയിന്റ് ഗെയിൻ ഉണ്ടായി, 0.01% റാലി നടത്തി. സെൻസെക്സ് 1829 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി, 2.33% ഫോളാണ് ഈ ആഴ്ച കണ്ടത്. ഇത് ഈ വീക്ക്ലി സമ്മറിയാണ് കാണിച്ചിരിക്കുന്നത്. ഈ ആഴ്ചത്തെ സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി എനർജി, നിഫ്റ്റി FMCG, നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി ഫാർമ എന്നീ സെക്ടേഴ്സ് മാത്രമേ ഗ്രീനിൽ ക്ലോസ് ചെയ്തുള്ളൂ. ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ITയുടെ ഭാഗത്തുനിന്ന് ഏറ്റവും വലിയ ഇടിവ് ഈ ആഴ്ച കാണാൻ സാധിച്ചു. 10.31% ഫോളാണ് കണ്ടത്. നിഫ്റ്റി ഓട്ടോ ഈ ആഴ്ച 700, അതായത് മൺഡേ മുതൽ ലാസ്റ്റ് വീക്ക് ക്ലോസിംഗ് മുതൽ ഈ ആഴ്ച ക്ലോസിംഗ് വരെയുള്ള ഡീറ്റെയിൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ ഈ ആഴ്ച 782 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി, 2.96% ഫോളോ നടത്തി. നിഫ്റ്റി എനർജി 1022 പോയിന്റ്സ് ചേർന്ന് 2.63% റാലി നടത്തി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 379 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി, 1.43% ഫോളോ കണ്ടു. നിഫ്റ്റി FMCG 1108 പോയിന്റ്സ് ഉയർന്ന് 2.23% റാലി നടത്തി. നിഫ്റ്റി ഹെൽത്ത് കെയർ 76 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി, 0.53% റാലി നടത്തി. നിഫ്റ്റി ഇൻഫ്ര 69 പോയിന്റ്സ് കുറഞ്ഞ് 0.75% റാലി നടത്തി, ഫോളോ നടത്തി. നിഫ്റ്റി IT ആണ് ഏറ്റവും ഇടിവ് കണ്ടത്. 3279 പോയിന്റ്സിൻ്റെ ഇടിവുണ്ടായി, 10.31% ഫോളോ കണ്ടു. നിഫ്റ്റി മീഡിയ 22 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി, 1.56% റാലി നടത്തി. നിഫ്റ്റി മെറ്റൽ 133 പോയിന്റ്സ് കുറഞ്ഞ് 1.04% ഫോളോ കണ്ടു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 78 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി, 0.69% ഫോളോ കണ്ടു. നിഫ്റ്റി ഫാർമ 82 പോയിന്റ്സ് ഗെയിൻ ഉണ്ടായി, 0.37% റാലി നടത്തി. നിഫ്റ്റി PSU ബാങ്ക് 51 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി, 0.58% ഫോളോ കണ്ടു. നിഫ്റ്റി റിയാലിറ്റി 8 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി, 1.13% ഫോളാണ് കാണാൻ സാധിച്ചത്. ഇത് ഈ ആഴ്ചത്തുള്ള വീക്ക്ലി സമ്മറിയാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി മൺഡേ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു. ബൈ ഓൾ.